ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് 8 മന്ത്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള എൻ്റെ മകൻ്റെ ഒരു ദിവസത്തെ ഫുഡ് റുട്ടീൻ എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതുപോലെ സ്നാക്കായിട്ട് എന്ത് കൊടുക്കുന്നു, അതുപോലെ ഡിന്നർ എന്താണെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് കൊണ്ടൊരു മീലാണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ പൊടിച്ച് വെച്ച ഓട്സ് ഇതിലോട്ട് ഇടുന്നുണ്ട്. സാധാ ഓട്സ് പൊടിക്കാത്താണെങ്കിൽ അത് മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചതില്ലേ, നമ്മൾ ഈ നട്ട്സൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓരോ റെസിപ്പീസിന് പെട്ടെന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുന്ന രീതിയിൽ കുക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഒരു 2 സ്ട്രോബെറി എടുത്തിട്ട് മാഷ് ചെയ്തിട്ട് വെന്ത് വന്നാൽ ഈ ഓട്സിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. മധുരത്തിന് വേണ്ടി വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് അവൻ്റെ ലഞ്ച് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും അതുപോലെ ടൊമാറ്റോ. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ ഓൾറെഡി ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു കുക്കർ എടുത്തിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ദാല് വേണമെങ്കിൽ ദാലൊക്കെ ഇടാം കേട്ടോ. ഞാൻ ദാൽ ഇന്ന് ആഡ് ചെയ്യുന്നില്ല. ഇടയ്ക്ക് ഞാൻ ദാലും എന്താ പറയുക, സാധാരണ പരിപ്പും പിന്നെ ചെറുപയർ പരിപ്പൊക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്നില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് വെജിറ്റബിൾസും പിന്നെ ഞാൻ അരി വെള്ളത്തിൽ കഴുകിയിട്ട് അത് എന്താ പറയുക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ ഞാൻ മിക്സിയിൽ അടിക്കുന്നുണ്ട്. മിക്സിയിൽ അടിച്ചിട്ടാണ് അവന് കൊടുക്കുന്നത് കേട്ടോ. കാരണം അങ്ങനെ ഭയങ്കര കട്ടികളൊന്നും കഴിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ലഞ്ച് കഴിക്കുന്നത് കണ്ടില്ലേ, അവന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഉപ്പൊന്നും ഇടില്ല. നമ്മൾ 1 വയസ്സ് വരെ കുട്ടികൾക്ക് ഉപ്പൊന്നും കൊടുക്കാൻ പാടില്ല. ഉപ്പും അതുപോലെ തന്നെ ഷുഗർ കണ്ടൻ്റ് ഒന്നും പാടില്ല. അപ്പോൾ എന്തായാലും ലഞ്ചിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈവനിങ് സ്നാക്സ് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇന്ന് ഞാൻ ഒരു ആപ്പിൾ എടുക്കുന്നുണ്ട്. ആപ്പിൾ എടുത്തിട്ട് തോലൊക്കെ കളയണം കേട്ടോ ആദ്യം. പിന്നെ നന്നായിട്ട് കഴുകാൻ മറക്കരുത്. തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിതാ ഈ സ്റ്റീം ചെയ്യുന്ന പാത്രം ഒക്കെ സെറ്റാക്കി അതിലോട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏതൊരു ഫ്രൂട്ട്സ് ആണെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ആപ്പിളാണ് എടുക്കുന്നത്. ഓരോ ദിവസം ഓരോ പോലെയാണ് കേട്ടോ. അത് നന്നായിട്ട് സ്റ്റീമൊക്കെ ചെയ്തിട്ട് നമുക്കത് ഒന്നെങ്കിൽ വല്ല പാത്രം കൊണ്ട് മാഷ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിലോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കത് കൊടുക്കാം. അപ്പോൾ ഇന്ന് അവൻ്റെ മാമനാണ് കേട്ടോ അവന് കൊടുക്കുന്നത്. കുറച്ചൊക്കെ അവൻ കഴിച്ചു, പിന്നെ മടി കാണിച്ചപ്പോൾ ഞാൻ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഡിന്നറിന് ഞാനിന്ന് കായപ്പൊടിയില്ലേ അതാണ് കൊടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഇത് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഇരുന്ന് ഈ ഓറഞ്ച് കഴിക്കരുത്, ഞാനും ഹസ്ബൻഡും കൂടി. അപ്പോൾ അവൻ ഭയങ്കര ശാഠ്യം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങളെന്തെങ്കിലും കഴിക്കുന്നുണ്ട് അവൻ ഇങ്ങനെ കരയുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു അല്ലി എടുത്തിട്ട് അവനും ഇതുപോലെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവൻ്റെ ഫുഡ് റുട്ടീൻ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി വീഡിയോസ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.